പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ തടവുകാർ തമ്മിൽ സംഘർഷമുണ്ടായെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് ജയിൽ വളപ്പിനെ യുദ്ധക്കളമാക്കി മാറ്റിയ ഈ ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയത്. ജയിലിലെ ഒരു തടവുകാരനുമായി ഉണ്ടായ നിസാരമായ തർക്കമാണ് പിന്നീട് തടവുകാരും വിചാരണ തടവുകാരും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. പ്രകോപിതരായ തടവുകാർ ജയിലിനുള്ളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നേരെ വ്യാപകമായ ആക്രമണമാണ് നടത്തിയത്. പ്രധാനമായും 4-ാം നമ്പർ ബാരക്കിന്റെ ഭിത്തികൾ തടവുകാർ തകർക്കുകയും ജയിലിന്റെ ഒരു ഭാഗത്ത് തീയിടാൻ ശ്രമിക്കുകയും ചെയ്തു. ജയിലിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് പ്രദേശം മുഴുവൻ സൃഷ്ടിച്ചത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ച ജയിൽ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെ തടവുകാർ കല്ലെറിയുകയും ആക്രമിക്കുകയും ചെയ്തു. ജയിലിൽ തീയിടാൻ ശ്രമിച്ചതോടുകൂടി കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ആ ജയിലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംഘർഷത്തിന് പിന്നാലെ തടവുകാർ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്ഥിതി നിയന്ത്രിക്കാൻ പോലീസ് വെടിവെപ്പ് നടത്തിയെന്നും ഒരു തടവുകാരന് വെടിയേറ്റതായും ഈ വീഡിയോയിൽ തടവുകാർ ആരോപിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഔദ്യോഗികമായി. ജലന്ധർ റേഞ്ച് DIGയും കപൂർത്തല ASPയും സ്ഥലത്തെത്തി രാത്രി വൈകിയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നിലവിൽ ജയിലിനുള്ളിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും ആക്രമണത്തിന് പിന്നിൽ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചും ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ പറയുന്നുണ്ട്. കപൂർത്തല ജയിലിൽ അനുവദീയമായതിലും കൂടുതൽ തടവുകാർ കഴിയുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. അശാന്തിക്കിടെ ജയിലിൽ സ്വത്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും 4-ാം നമ്പർ ബാരക്കിന്റെ അകത്തെ ഭിത്തികളുടെ ചില ഭാഗങ്ങൾ തകർത്തതായും ആരോപിക്കപ്പെടുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതിനിടെ ജയിലിനുള്ളിൽ വിന്യസിച്ചിരുന്ന പോലീസുകാർക്കു നേരെ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ജയിൽ സമുച്ചയത്തിനുള്ളിൽ സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ തന്നെ 5 മുതൽ 6 വരെ ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. പരിക്കേറ്റവരുടെ എണ്ണം എത്രയാണെന്നോ തടവുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ടോ എന്നും അധികൃതർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിനാൽ ജയിലിന് ചുറ്റും കനത്ത പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. ആക്രമണം നടക്കുന്നതിന് തൊട്ട് പിന്നാലെ കപൂർത്തലയിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് ജയിലിലെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. ജയിലിന്റെ അന്തരീക്ഷം സാധാരണ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉന്നത ഉദ്യോഗസ്ഥർ ജയിലിനുള്ളിൽ ചർച്ചകൾ നടത്തിവരികയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജലന്ധർ റേഞ്ചിലെ DIG പറയുന്നുണ്ട്. കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ജയിലിലും പരിസരത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പഞ്ചാബിലെ കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിനിടെ തടവുകാർ ജയിലിലെ ഒരു ഭാഗം തീയിടാൻ ശ്രമം നടന്നുവെന്ന വാർത്ത വലിയ രീതിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ജയിലിനുള്ളിൽ നിന്ന് പകർത്തിയ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഈ തെളിവുകളും ഇപ്പോൾ എടുത്തുകൊണ്ടാണ് പരിശോധിക്കുന്നത്. അതായത് തടവുകാരുടെ കയ്യിൽ എങ്ങനെ മൊബൈൽ ഫോണുകൾ വന്നു എന്നടക്കം ഒരു പരിശോധന അവിടെ നടക്കുന്നുണ്ട്. ജയിൽ കോമ്പൗണ്ടിനുള്ളിൽ അരാജകത്വത്തിന്റെയും ബഹളത്തിന്റെയും ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. കലാപത്തിനിടെ ജയിൽ അധികൃതർ ബലപ്രയോഗം നടത്തിയതായും വെടിവെപ്പ് നടത്തിയതായും തടവുകാർ ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ ജയിലിനുള്ളിൽ തടവുകാർ തമ്മിൽ തല്ലിയ സംഘർഷം ജയിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ തടവുകാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു ആക്രമണമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ജയിലിലെ തടവുകാരുടെ കയ്യിൽ ഫോണുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജയിൽ കത്തിക്കാൻ വേണ്ടിയുള്ള അവരുടെ സാധനങ്ങൾ, അതായത് പെട്രോൾ ഉൾപ്പെടെയുള്ള ലിക്വിഡ് സാധനങ്ങൾ, അപകടകരമായ സാധനങ്ങൾ, പദാർത്ഥങ്ങൾ ഇവരുടെ കയ്യിൽ ജയിൽ പുള്ളികളുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് വന്നു, ആര് കൊണ്ടുവന്നു എന്നടക്കമുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ളത്. വെടിയേറ്റു എന്ന് തടവുകാർ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രി വരെ ഇന്ന് രാവിലെ വരെ ഒരു തടവുകാരനും വെടിയേറ്റിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണ് പഞ്ചാബിലെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്.